In this lecture, we will discuss about static and dynamic system. So, static system is also known as memoryless system, and dynamic system is also known as with memory system. So, memory ulla system, memory illatha system adana static and dynamic system. So, a system is said to be static or memoryless system if output at any instant depends only on the input applied at that instant, but not on the past or future values of input. So അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സോ ഒരു സ്റ്റാറ്റിക് സിസ്റ്റം മീൻസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഇൻപുട്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഇഫ് ഔട്ട്പുട്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇൻപുട്ട് അപ്ലൈഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ദാറ്റ് ഇൻസ്റ്റൻറ്റ് മീൻസ് ഇൻപുട്ട് അപ്ലൈഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്, ഓർ നമുക്ക് പറയാം പ്രസൻറ്റ് വാല്യൂസ് ഓഫ് input, present values of input ഇങ്ങനെയും പറയും. സോ ഇഫ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്, അല്ലെങ്കിൽ ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇൻപുട്ട് അപ്ലൈഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്, ദെൻ സച്ച് ടൈപ്പ് ഓഫ് സിസ്റ്റം ആർ നോൺ ആസ് സ്റ്റാറ്റിക് സിസ്റ്റം. പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്താൽ ആ സിസ്റ്റത്തിന് മെമ്മറി ഉണ്ടെന്ന് നമുക്ക് പറയാം. പാസ്റ്റ് വാല്യൂസിനെ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഡൈനാമിക് സിസ്റ്റം മീൻസ് ഇഫ് ദ റെസ്പോൺസ് ഓർ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ട്. സോ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രസൻറ്റ് വാല്യൂസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയും. സോ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. Determine whether the following systems are static or dynamic. So first question ഇതാണ്. y of t is equal to x square of t. ഇതൊരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണ്. ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റം നമ്മളത് സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ടിയുടെ ഓരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. t is equal to 0. ടിക്ക് ഈ ഒരു സിസ്റ്റം ഇക്വേഷനിലേക്ക് ടിക്ക് 0 കൊടുക്കുകയാണെങ്കിൽ y of 0 is equal to x square of 0. സോ നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ കൊടുക്കുന്ന വാല്യൂ 0 ആണ്. സോ നമ്മുടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് സ്ക്വയർ ഓഫ് 0 പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ടിനെ തന്നെയാണ്. ആ 0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂവിനെ തന്നെയാണ് ഔട്ട്പുട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ t is equal to 1. സോ y of 1 is equal to, ഇവിടെയാണ് ടിക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, which is equal to x square of 1. ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 0, 1, -1, പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0 വാല്യൂസ് ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. 2ഓ -2ഓ 3ഓ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 കൊടുക്കുമ്പോൾ y of 1 is equal to x square of 1. സോ അഗെയിൻ 1ലും ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു 1 ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂവിനെ തന്നെയാണ്. ദെൻ t is equal to -1. സോ y of -1 ഡിപ്പെൻഡ് ചെയ്യുന്നതും x square of -1. -1 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂവിനെ തന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദിസ് സിസ്റ്റം ഈസ് സ്റ്റാറ്റിക്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്കറിയാം. ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ, അതുകൂടെ എഴുതിക്കോണം, സിൻസ് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് ഓൺലി. ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്. So the system is static since the output depends upon present values of input. So 0 കൊടുക്കുമ്പോൾ 0യെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, 1 കൊടുക്കുമ്പോൾ 1നെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, -1 കൊടുക്കുമ്പോഴും -1നെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ സിസ്റ്റം ഈസ് സ്റ്റാറ്റിക്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. y of t is equal to x of t minus 3. So y of t is equal to x of t minus 3. ഇവിടെയും വാല്യൂസ് കൊടുക്കുകയാണ്. t is equal to 0. സോ y of 0 is equal to x of -3. then t is equal to -1 കൊടുക്കുന്നു. y of -1 is equal to x of -4. so t is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y of 1 is equal to x of -2. സോ ഈ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് കേസ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം, നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ അതിൻ്റെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ മാറും. സോ ഇവിടെ നോക്കുക, 0 കൊടുക്കുന്നു, ഇൻസ്റ്റൻറ്റ് വാല്യൂ 0 ആണ്. സോ y of 0 ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്
ഇൻപുട്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂവിനെയാണ്. 0 കൊടുത്തപ്പോൾ എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് -3 ആണ്. സോ -3 എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് വാല്യൂ ആണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് വാല്യൂ 0 വെച്ച് നോക്കുമ്പോൾ -3 എന്നുള്ളത് ഒരു പാസ്റ്റ് വാല്യൂവിനാണ്. സോ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പാസ്റ്റ് വാല്യൂ. പാസ്റ്റോ ഫ്യൂച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ ആ സിസ്റ്റം ഡൈനാമിക് ആയിരിക്കും. ബാക്കി എക്സാമ്പിൾസ് നോക്കിയില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഫസ്റ്റ് കേസ് വെച്ച് തന്നെ പറയാൻ പറ്റും. 0 കൊടുത്തപ്പോൾ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പാസ്റ്റ് വാല്യൂവിനെയാണ്. സോ നമുക്ക് പറയാം ദ സിസ്റ്റം ഈസ് ഡൈനാമിക് സിസ്റ്റം ഓർ വിത്ത് മെമ്മറി. സോ പാസ്റ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. -1 കൊടുക്കുമ്പോൾ -4നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 1 കൊടുക്കുമ്പോൾ -2നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ദ സിസ്റ്റം ഹാസ് എ ഡൈനാമിക് പ്രോപ്പർട്ടി. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. y of n ഈസ് ഈക്വൽ ടു x of 2n. ഇതൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ്. ഇവിടെ n-ന് 0 കൊടുക്കുന്നു. സോ y of 0 ഈസ് ഈക്വൽ ടു x of 0. ഇവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ 0 കൊടുത്തപ്പോൾ ഇൻപുട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് 0യാണ്. 2 × 0 0 ആണ്. അപ്പോൾ x of 0 തന്നെയാണ് വരുന്നത്. 1 കൊടുത്ത് നോക്കുക. y of 1 ഈക്വൽ ടു x of 1 × 2. 1 × 2 മീൻസ് 2. സോ 1 കൊടുത്തപ്പോൾ 2നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരു ഫ്യൂച്ചർ വാല്യൂവിനെയാണ്. സോ 0 കൊടുത്തപ്പോൾ നമുക്കതൊരു സ്റ്റാറ്റിക് ബിഹേവിയർ ആണെങ്കിലും, പക്ഷേ 1 കൊടുത്തപ്പോൾ അതിനൊരു ഫ്യൂച്ചർ ഡിപ്പെൻഡൻസ് വന്നു. സിമിലർലി -1 കൊടുത്താലും y of -1 ഈസ് ഈക്വൽ ടു x of -2. -1 കൊടുത്തപ്പോൾ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് -2നെയാണ്, പാസ്റ്റ് വാല്യൂവിനെയാണ്. സോ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒക്കെ ഈ ഒരു സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സിസ്റ്റം ഡൈനാമിക് ആണ്. സോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് അത് പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ അത് ഡൈനാമിക് സിസ്റ്റം ആയിരിക്കും. ഡൈനാമിക് സിസ്റ്റം. അതിൻ്റെ റീസണോട് എഴുതുക. സിൻസ് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ past and future values. Past and future values. So next, ഇതിനെ നമ്മൾ ഡൈനാമിക് എന്ന് പറയാൻ കാരണം അതിൻ്റെ റീസൺ എഴുതുക. സിൻസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് വാല്യൂസ്. സോ പാസ്റ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താൽ ആ സിസ്റ്റം ഡൈനാമിക് ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. y of n ഈസ് ഈക്വൽ ടു x of n പ്ലസ് x of n മൈനസ് 2. ഇതൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ 0 കൊടുക്കുന്നു. n ഈസ് ഈക്വൽ ടു 0. സോ സിസ്റ്റം ഇക്വേഷൻ y of 0 ഈസ് ഈക്വൽ ടു x of 0 പ്ലസ് x of 0 മൈനസ് 2 മീൻസ് x of മൈനസ് 2. ഇവിടെ ഇൻസ്റ്റൻറ്റ് വാല്യൂ 0 ആണ്. സോ 0 കൊടുത്തപ്പോൾ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് എഴുതാം സിൻസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെൻ -1 കൊടുത്ത് നോക്കുക. -1 കൊടുക്കുമ്പോൾ y of -1 ഈസ് ഈക്വൽ ടു x of -1 പ്ലസ് x of -3. സോ ഈ ഫസ്റ്റ് കേസിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഡൈനാമിക് സിസ്റ്റമാണ്. സോ നമുക്ക് നമുക്ക് ആൻസർ എഴുതാം. ഡൈനാമിക് system since output depends on past values, of input. Next example നോക്കുക. y of n is equal to 2x square of n. ഇവിടെ നമ്മൾ n-ന് 0 കൊടുത്തു. n-ന് 0 കൊടുക്കുമ്പോൾ y of 0 is equal to 2 into x square of 0. അതൊരു ഫംഗ്ഷനാണ്, അല്ലാതെ ആൻസർ 0 ഒന്നും വരത്തില്ല. സോ y of 0 is equal to 2 into x square of 0. Then n is equal to -1. y of -1 is equal to 2 into x square of -1. Then n is equal to 1. y of 1 is equal to 2 into x square of 1. സോ ഇവിടെ നോക്കുക, 0 കൊടുക്കുമ്പോൾ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് 0യെ തന്നെയാണ്. -1 കൊടുക്കുമ്പോഴും ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് -1നെ തന്നെയാണ്. 1 കൊടുക്കുമ്പോഴും 1നെ തന്നെയാണ്. ഇനി 2, 3 ഏത് വാല്യൂസ് കൊടുത്താലും ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂസിനെയാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആർ സ്റ്റാറ്റിക് സിസ്റ്റം. സോ സ്റ്റാറ്റിക് സിൻസ് system is static since output depends on
present values of input only, present values of input only. ഔട്ട്പുട്ട് പ്രസൻറ്റ് വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സിസ്റ്റമാണ് സ്റ്റാറ്റിക് സിസ്റ്റം. അതർവൈസ് ഇറ്റ് വിൽ ബി ഡൈനാമിക് സിസ്റ്റം. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് സിസ്റ്റം പഠിക്കാം, കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. നമുക്കിപ്പം സ്റ്റാറ്റിക്കും ഡൈനാമിക്കും പറഞ്ഞതുപോലെ കുറേ ഒരു സിമിലറായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. ഔട്ട്പുട്ടും ഇൻപുട്ടും വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. A system is said to be causal. A system is said to be causal if output of the system at any time depends only on the present and past values. Present and past values of input. So causal system നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഔട്ട്പുട്ട് പ്രസൻറ്റ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയും. ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്, നോട്ട് ഓൺ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം എല്ലാം നോൺ കോസൽ ആയിരിക്കും. സോ നോൺ കോസൽ സിസ്റ്റം മീൻസ് ആൻ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം അറ്റ് എനി ടൈം ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട്സ്. ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെ എല്ലാം നമുക്ക് നോൺ കോസൽ സിസ്റ്റമായിട്ട് പറയാം. സോ നോൺ കോസൽ ഓർത്തിരിക്കാനാണ് എളുപ്പം. ഇഫ് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട്സ് ദെൻ സച്ച് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആർ നോൺ ആസ് നോൺ കോസൽ. അതർവൈസ് ഇറ്റ് വിൽ ബി കോസൽ. സോ നോൺ കോസൽ ആ ഫ്യൂച്ചർ ഡിപ്പെൻഡൻസി ഉള്ള സിസ്റ്റം എല്ലാം നോൺ കോസലായിരിക്കും, അതർവൈസ് കോസലായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ചെക്ക് വെദർ ദ ഗിവൺ സിസ്റ്റംസ് ആർ കോസൽ ഓർ നോൺ കോസൽ. സോ നമുക്ക് ഇവിടെ ടിക്ക് 0 കൊടുത്ത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ y of 0 is equal to x square of 0 plus x of 0 minus 4 minus 4. സോ ഇവിടെ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസിനെയാണ്. വീണ്ടും എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. t is equal to -1. സോ y of -1 is equal to x square of -1 plus x of -5. Then t is equal to +1 കൊടുത്തു. y of 1 is equal to x square of 1 plus x of -3. സോ നമ്മളിവിടെ എന്ത് വാല്യൂസ് കൊടുത്താലും നമ്മൾ ഡിപ്പെൻഡൻസി ഇവിടെ കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് വിൽ ഡിപ്പെൻഡ് ഓൺ, വേണമെങ്കിൽ 5 കൊടുത്തു നോക്കാം. 5 കൊടുക്കുക. y of 5 is equal to x square of 5 plus x of 5 minus 4. 5 minus 4 x of 1 ആണ്. 5 ആയിട്ട് നോക്കുമ്പോൾ x of 1 എന്ന് പറയുന്നത് പാസ്റ്റ് വാല്യൂ ആണ്. സോ ഇവിടെ എല്ലാ കേസസ്, ഏത് കേസസ് എടുത്താലും ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്. സോ ഈ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെ നമുക്ക് കോസൽ സിസ്റ്റം എന്നേ പറയാൻ പറ്റൂ. കാരണം ഇത് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഇൻസ്റ്റൻറ്റിലെ വാല്യൂ നോക്കുവാണെങ്കിലും ഇൻപുട്ട് ഫംഗ്ഷൻ, ഇപ്പോൾ -1 നോക്കുവാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂവിനെ, ഫസ്റ്റ് ഇൻപുട്ട് -1നെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട് -5നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പാസ്റ്റ് വാല്യൂ. സോ പ്രസൻറ്റ് പാസ്റ്റ് വാല്യൂസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോസൽ സിസ്റ്റം. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക. y of t is equal to x of 2 minus t plus x of t minus 4. സോ ഇവിടെ ഞാൻ ടിക്ക് 0 കൊടുക്കുന്നു. y of 0 is equal to x of 2 plus x of minus 4. സോ ഈ ഒരു കേസ് വെച്ച് തന്നെ നമുക്കിതൊരു നോൺ കോസൽ സിസ്റ്റം എന്ന് പറയാം. 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് 0, ഇൻസ്റ്റൻറ്റിലെ വാല്യൂ 0 ആണെങ്കിൽ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2നെയാണ്. 0 കൊടുത്തപ്പോൾ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു ഇൻപുട്ട് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെയാണ്. സോ അടുത്ത ഇൻപുട്ട് പാസ്റ്റിനെയാണ്. പക്ഷേ ഇവിടെ ഒരു ഇൻപുട്ട്, ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് വാല്യൂവിനെ, ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം നമുക്ക് പറയാം ദിസ് സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ future values of input. This system response, this system output
depends on the future values of input, therefore the system is non-causal. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിളാണ്, ഒരു ഇൻ്റഗ്രേഷൻ ഇക്വേഷൻ ആണെന്നേ ഉള്ളൂ. y of t is equal to integral minus infinity to 3t x of tau dt. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഹിയർ ടിക്ക് 0 കൊടുക്കുക. സോ y of 0 is equal to integral minus infinity to 0 x of tau dt. സോ ഈ വാല്യൂ നോക്കുവാണെങ്കിൽ ഇവിടെ ടിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് -∞ മുതൽ 0 ആണ്. -∞ മുതൽ 0 വരെയാണ്. സോ നമ്മൾ ഇൻസ്റ്റൻറ്റ് വാല്യൂ 0 കൊടുത്തപ്പോൾ പാസ്റ്റ് വാല്യൂസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഫ്യൂച്ചർ വാല്യൂവിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. -∞ മുതൽ 0 വരെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ y of 1 is equal to integral -∞ to 3 x of tau dt. സോ ഈ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ -∞ മുതൽ 3 വരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൊടുത്തേക്കുന്ന വാല്യൂ 1 ആണ്. 1 കഴിഞ്ഞിട്ടാണ് 3 വരുന്നത്. സോ ആൻഡ് ഇൻസ്റ്റൻറ്റ് വാല്യൂ 1 ആണ്. പക്ഷെ നമ്മുടെ ടിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് 3 വരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ വാല്യൂസ്, ഡിപ്പെൻഡ്സ് ഓൺ future values of input, therefore non-causal. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. y of t is equal to x of t by 2. ഇവിടെയും ടിക്ക് 0 കൊടുത്തു. y of 0 is equal to x of 0. then t is equal to ഞാൻ -2 കൊടുത്തു. t is equal to -2 കൊടുക്കുമ്പോൾ y of -2 is equal to x of, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഞാനിവിടെ -1 അല്ല കൊടുത്തത്, -2 കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി ഏത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. സോ -2 കൊടുക്കുമ്പോൾ x of -2 by 2 -1. സോ -2 കൊടുത്തപ്പോൾ ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് -1നെയാണ്. -2 ഇൻസ്റ്റൻറ്റ് വാല്യൂ. സോ ഇൻപുട്ട് ഡിപ്പെൻഡ്സ് upon -1. സോ ഔട്ട്പുട്ട് again depends on future value. Output depends on future value, values of input, therefore system is non-causal. സോ ഈ രീതിയിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് y of n is equal to x of -n. ഇവിടെ നമുക്ക് y of -1, n-ന് -1 കൊടുത്താൽ മതി. n-ന് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ്. n-ന് -1 കൊടുക്കുമ്പോൾ y of -1 is equal to x of -1, that is x of 1. സോ n-ന് -1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ട്. എക്സ് ഓഫ് 1നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതൊരു ഫ്യൂച്ചർ വാല്യൂ ആണ്. സോ നമുക്ക് പറയാം ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ട്, therefore non-causal, therefore system is non-causal. ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. n is equal to 0, y of 0 is equal to sin of x of 0. n-നാണ് വാല്യൂ കൊടുക്കുന്നത്. sin of x of 0, അത് ആ ഫംഗ്ഷൻ അതുപോലെ തന്നെ നിൽക്കും. n-ന് 1 കൊടുത്താലും y of 1 is equal to sin of x of 1. സോ ഇവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ ഈ x of 1, x of 0. സോ -1 കൊടുത്താലും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. സോ ഏത് വാല്യൂ കൊടുത്താലും പ്രസൻറ്റ് വാല്യൂവിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് കോസൽ സിസ്റ്റമാണ്. ദിസ് സിസ്റ്റം ഈസ് കോസൽ സിൻസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്.
depends on present values of input. ഇത് നമ്മൾ സ്റ്റാറ്റിക് ഡൈനാമിക് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു സ്റ്റാറ്റിക് സിസ്റ്റമാണ്, കാരണം ഇത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് ഓൺലി. സോ ദി സിസ്റ്റം ഈസ് സ്റ്റാറ്റിക് ആൾസോ. നമുക്ക് എക്സാമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫുള്ളായിട്ടായിരിക്കും ചോദിക്കുന്നത്, ചെക്ക് വെദർ ദ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റാറ്റിക്, കോസൽ, ലീനിയർ, ടൈം ഇൻവേരിയൻറ്റ്. സോ നമ്മളതെല്ലാം പഠിച്ചു. ഒരു സിസ്റ്റം തന്നിട്ട് ഫുൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫുൾ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാൻ എക്സാമിന് ചോദിക്കാം. നമ്മൾ സെപ്പറേറ്റ് ആണ് പഠിച്ചതെങ്കിലും നമുക്ക് അങ്ങനെ ഒരുമിച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. സോ ഇതാണ് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. നമ്മൾ ആദ്യം പഠിച്ചത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റമാണ്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റം അതിൽ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് പറയാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുവാണെങ്കിൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തരുവാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യനായിട്ട് ഇവിടെ എഴുതിയേക്കുക, അല്ലെങ്കിൽ ഒരു നോട്ടായിട്ട്, all differential equations representing systems ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആ ഒരു ഫോമിൽ തരുന്ന സിസ്റ്റംസ് എല്ലാം ഡൈനാമിക് ആയിരിക്കും. അതും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക. സ്റ്റാറ്റിക് ഡൈനാമിക്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുവാണെങ്കിൽ അത് ഡൈനാമിക് സിസ്റ്റം ആയിരിക്കും. സോ അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് ഡൈനാമിക് സിസ്റ്റം, കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.